സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം ശ്രീ സജി നന്ദ്യാട്ട്, നടി ആക്രമിക്കപ്പെട്ട ശേഷം നൽകിയ അഭിമുഖങ്ങൾ, അതിനു മുൻപ് നൽകിയ അഭിമുഖങ്ങൾ, അത് എടുത്ത മാധ്യമപ്രവർത്തകർ, ഇവരെ ഒക്കെ വിളിച്ചു വരുത്തി ഇപ്പോൾ പോലീസ് മൊഴിയെടുക്കുകയാണ്. ആ മൊഴിയെടുക്കൽ നൽകുന്ന സൂചന എന്താണ്? തീർച്ചയായും സ്മൃതി, ഇത് പോലീസ് വളരെ ഗൗരവമായി ഈ കേസ് അന്വേഷിക്കുന്നതിന് തെളിവല്ല ഇതെല്ലാം. കാരണം കേരള സമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട് ഇതാര് ചെയ്യിച്ചുവെന്ന്. ചെയ്തയാളെ കിട്ടി. അപ്പോൾ ഇത് ആരാണെന്നറിയാൻ സർക്കാരിന് സമ്മർദ്ദമുണ്ട്. നിഷ്പക്ഷമായ അന്വേഷണം നടക്കുമെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. പക്ഷേ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു എക്സിനെ കൊണ്ട് നിർത്തിയിട്ട് ഇതാണ് പ്രതി എന്ന് പറഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യില്ല. കാരണം ഇത് വളരെയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ 3.5 കോടി ജനങ്ങളും ഒരാളെ പിടിച്ച് വെറുതെ ഇതാണ് പ്രതി എന്ന് ആര് പറഞ്ഞു? പറയാതെ പറയുന്നത് എന്താണ്? പോലീസ് അന്വേഷിക്കുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് അന്വേഷിക്കുന്ന കാര്യങ്ങൾ, പോലീസ് മൊഴിയെടുക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ മിണ്ടരുതെന്നാണോ താങ്കൾ പറയുന്നത്? അല്ലല്ല, ഒരിക്കലുമല്ല. ഫോർത്ത് സ്റ്റേറ്റ് ആണ്. മാധ്യമങ്ങളാണ് ജനാധിപത്യത്തിന്റെ വിജയം. വാച്ച് ഡോഗാണ് മാധ്യമങ്ങൾ. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അന്വേഷണം മാധ്യമപ്രവർത്തകരെ പുകഴ്ത്തുകയൊന്നും വേണ്ട, ചെയ്യുന്ന ജോലിയെ പരിഹസിക്കുകയും വേണ്ട. താങ്കൾ ഇപ്പോൾ പറയുന്നത് പറയാതെ പറയുന്നു എന്ന്. ഇപ്പോൾ പറയാതെ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ അഭിമുഖങ്ങൾ, നടി നൽകിയ അഭിമുഖങ്ങൾ എടുത്ത മാധ്യമപ്രവർത്തകരെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു. അതായത് ഓഫ് ദി റെക്കോർഡായി പറഞ്ഞ കാര്യങ്ങളും വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ച് പോലീസ് വിവരങ്ങൾ തിരക്കുന്നത്. ഓഫ് ദി റെക്കോർഡ് അല്ലാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തെ നടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രമുഖ നടൻ തനിക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നു എന്ന്. താങ്കൾക്ക് ആ പറഞ്ഞ കാര്യത്തെ നിഷേധിക്കാൻ പറ്റും? ഇല്ല, സ്വാഭാവികമാണ്. ഇണക്കങ്ങളും പിണക്കങ്ങളും നമ്മുടെ എല്ലാം പ്രൊഫഷനിൽ ഇണക്കങ്ങളും പിണക്കങ്ങളുമല്ല. നടിയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി, മലയാള സിനിമയിൽ നിന്ന് അകറ്റി നിർത്തി, അവസരങ്ങൾ നിഷേധിച്ചു. അവസരങ്ങൾ കൊടുത്തവരോട് കൊടുക്കരുത്, ആ നടിക്ക് അഭിനയിക്കാൻ അവസരം കൊടുക്കരുതെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഇണക്കവും പിണക്കവും ചെറിയ കാര്യമല്ല. ഒരിക്കലുമില്ല സ്മൃതി. മലയാള സിനിമയിലെ എല്ലാ നിർമ്മാതാക്കളും ഈ പറഞ്ഞ വ്യക്തിയിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണോ? തെറ്റാത്. മലയാള സിനിമയിലെ നിർമ്മാതാക്കളോ വിതരണക്കാരോ മറ്റുള്ളവർ ഒരു വ്യക്തിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പടം നിർമ്മിക്കുന്നതല്ല പിന്നെ സ്മൃതി. അത് തെറ്റാ. ഞാൻ 6 പടം നിർമ്മിച്ചിട്ടുണ്ടല്ലോ, 6നും 6 നായികന്മാരാണല്ലോ. അങ്ങനെ പറയാതെ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു നടനല്ല ഇന്ന നടിയെ തീരുമാനിക്കുന്നത്. അത് തിരക്കഥാകൃത്തുക്കളും സംവിധായകരോട് പറയും ഇന്ന കഥാപാത്രം ചെയ്യാൻ ഇന്നയാൾ വേണം. അതിനകത്തൊന്നും 100% വ്യത്യസ്തത. ഇതിന്റെ സ്വാഭാവികമായി ചില തുറന്ന് സംസാരിക്കുന്ന നടികൾക്ക് അവസരം നിഷേധിക്കുന്നില്ല എന്ന താങ്കൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാമോ? തീർച്ചയായും ഒരിക്കലുമില്ല. നടി റിമ കലിംഗൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് തനിക്ക് മാത്രമല്ല തന്റെ ഒപ്പം പലർക്കും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് അവസരം നിഷേധിക്കപ്പെട്ടു എന്ന്. ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ഇപ്പോൾ ആക്രമിക്കപ്പെട്ട നടി നേരത്തെ പറഞ്ഞു, അതിനുശേഷം ഇപ്പോൾ റിമ കലിംഗലും പറഞ്ഞു, മറ്റു പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പലരും പറയാതിരിക്കുന്നു. അതേക്കുറിച്ച് പറയാൻ ഞാനാളല്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സിനിമയിൽ ഇന്നയാളെ മാറ്റി നിർത്തണമെന്ന് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാകുകയില്ല. കഴിവുള്ളവർക്കെല്ലാം അവരുടെ സ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പോഴും കറുത്ത റൂമിൽ കറുത്ത പൂച്ചയെ തെരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴും താങ്കൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞില്ല ശ്രീ സജി നന്ദ്യാട്ട്. ഞാൻ ചോദിച്ചത് നടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു നടൻ തന്റെ അവസരങ്ങൾ നിഷേധിച്ചു എന്ന്. അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഈ ഗൂഢാലോചന അന്വേഷണത്തിനിടയിൽ അന്വേഷിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്തെന്നായിരുന്നു താങ്കളുടെ ചോദ്യം? ഈ നടി തന്നെ ഇംഗ്ലീഷ് മാസികയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. സത്യവാ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇതിലേക്ക് പ്രതിപട്ടികയിലേക്ക് അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലേക്ക് വരാൻ കാരണവും ഈ മൊഴി തന്നെയാണ്. 13 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് യാഥാർത്ഥ്യമുണ്ടല്ലോ. ആ കാര്യങ്ങൾ മാധ്യമങ്ങൾ പറയുന്നതിന് താങ്കൾക്ക് എന്താണ് ഇത്ര ചുരുക്ക്? തീർച്ചയായും. അയ്യോ അങ്ങനെ പറയല്ല, സ്മൃതി അങ്ങനെ പറയല്ല കേട്ടോ. മാധ്യമങ്ങളിൽ എല്ലാവരും വിളിച്ച് പോലീസ് അന്വേഷിക്കണം,
സത്യസന്ധമായി വിവരങ്ങൾ പോലീസിന് ലഭിക്കണം. പോലീസ് അന്വേഷണം ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് ഒരു ഘട്ടത്തിൽ ചിലർ പറയുന്നു. പൾസ് സുനിയും കൂട്ടാളികളും മൊഴി മാറ്റി പറഞ്ഞുകൊണ്ട് പോലീസിനെ നട്ടം തിരിക്കുകയാണ്. അതൊരു സത്യം തന്നെയാണ്. ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ല, പോലീസിൽ നിന്ന് കൃത്യമായ പ്രതികരണങ്ങൾ വരുന്നില്ല എന്നുള്ളതൊക്കെ പോലീസിനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖമല്ല, നിരവധി അഭിമുഖങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരോട് വിളിച്ചു വരുത്തി വിശദീകരണം തേടുന്നത്, കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് എന്തിനായിരിക്കും ബൈജു? ഞാൻ അതിലെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് സജി നന്ദിയായിട്ട് കേരളത്തിലല്ല ജീവിക്കുന്നത് എനിക്ക് സംശയമുണ്ട്. കാരണം സജി കേരളത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ മലയാള സിനിമയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി അറിഞ്ഞേനെ. ഫിലിം ചേംബറിൻ്റെ വൈസ് പ്രസിഡന്റാണെന്ന് പറയുന്നു. പക്ഷേ എങ്കിൽ പോലും സജിക്ക് ഇതിനെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഇന്ന് ഞാൻ ഒരു ചാനലിൽ ഒരു അഭിമുഖം കണ്ടു, നടൻ ജോയി മാത്യുവിൻ്റെ. ആ അഭിമുഖം എന്താണെന്ന് അറിയാമോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം അമ്മയുടെ മീറ്റിങ്ങിൽ വന്നിട്ട് ഒറ്റ അക്ഷരം പോലും മിണ്ടാതെ പുറത്തു പോയി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടപ്പോൾ, സ്മൃതി കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുകയാണ് ബൈജു, പറഞ്ഞോളൂ. ഫേസ്ബുക്കിൽ കുറിപ്പിട്ടപ്പോൾ അതിൽ അദ്ദേഹം, ഞാൻ അതിനൊരു കമൻ്റ് എഴുതി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മിസ്റ്റർ ജോയി മാത്യു, നിങ്ങൾക്ക് അമ്മയുടെ മീറ്റിങ്ങിൽ ഇരുന്ന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ ഇരുന്ന് പറയാതെ പുറത്തിറങ്ങി ഫേസ്ബുക്കിലിടുന്ന നാണക്കേടാണ്. നിങ്ങൾക്ക് അവിടെ നിന്നപ്പോൾ മുട്ടടിച്ചോ? നിങ്ങളുടെ അണ്ണാക്കിൽ എന്തായിരുന്നു പറ്റിയിരുന്നത്? നിങ്ങളെന്താ ആണല്ലേ? നിങ്ങൾക്ക് എന്താ ആണത്തമില്ലേ എന്ന് ചോദിച്ച് ഞാനൊരു കുറിപ്പിട്ടിരുന്നു. ആ കുറിപ്പിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇന്നത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? നടൻ തിലകന് വന്ന ഗതി എനിക്ക് വരാതിരിക്കാനാണ് ഞാൻ അമ്മയുടെ മീറ്റിംഗിൽ സംസാരിക്കാതിരുന്നത്. മിണ്ടാതിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു ന്യായം കൂടിയുണ്ട് ശ്രീ ബൈജു. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് താങ്കൾ എത്തൂ. ഇതിപ്പോൾ സജി നന്ദിയാറ്റിന് മറുപടി നൽകാനിരുന്നാൽ അതിന് മാത്രമേ നേരമുണ്ടാകുകയുള്ളൂ. ഈ അന്വേഷണം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നൽകുന്ന സൂചന എന്താണ്? സ്മൃതി, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുടെ സൂചന എനിക്ക് ഒരു കാരണവശാലും ആ അന്വേഷണത്തിനോട് ഒരു തൃപ്തികരമായിട്ടൊരു മറുപടി അല്ല. കാരണം ഇവിടെ മഹിജ കേസിലെ തിരുവനന്തപുരത്ത് മഹിജ DGPയെ കാണാൻ പോയപ്പോൾ റോഡിൽ കാണാൻ നിന്ന ഹിമോൽ ഭദ്രാനന്ദയും ഷാജഹാനെയും ഒക്കെ പോലീസ് സംശയത്തിന്റെ പുറത്ത് ഗൂഢാലോചന കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്ത് തെളിവുണ്ടായിരുന്നു? കവിയൂർ കേസിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പോലീസ് അവരുടെ ഭാഷ്യം ഓരോ അന്വേഷണ ഘട്ടത്തിലും അവർ പത്രസമ്മേളനം വിളിച്ച് പറയുമായിരുന്നു, ഇന്നതിനെ സംഭവിച്ചുവെന്ന് തീർച്ചയായിട്ടും പറയുമായിരുന്നു. ഈ കേസിൽ മാത്രം എന്താ ഇതൊന്നും ഇല്ലാതെ പോകുന്നത്? ഈ കേസിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഇതാണ് നമ്മൾ പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് സെറ്റിൽമെന്റ് ആണ്. ചില ആൾക്കാർ ചിലർക്ക് വേണ്ടിയൊക്കെ സംസാരിക്കാൻ വരുന്നു. ഞാൻ ആരെയും പ്രതികൂട്ടി നിർത്തി അല്ല സംസാരിക്കുന്നത് കേട്ടോ. ചില ആൾക്കാർ ഇത് സെറ്റിൽമെന്റിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന പറയുന്നത് പ്രമുഖയാണ്. ആരോപണ വിധേയരായവർ പ്രമുഖരാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ജനം ശ്രദ്ധിക്കുന്നു, ജനത്തിന് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് എന്നതൊക്കെ ശരി തന്നെ. അത് വളരെ ഗൗരവത്തോടുകൂടി വളരെ ശ്രദ്ധിച്ചു മാത്രം പ്രതികരിക്കേണ്ട വിഷയമാണ്. ഒരുപക്ഷെ പല തലങ്ങളിലും ഇടപെടലുകൾ ഉണ്ടാകാം എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൂടെ ശ്രീ ബൈജു? എന്നാലും അതല്ലല്ലോ, ഇത്രയും സെൻസേഷണലായ ഒരു കേസ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു അന്വേഷണ ഘട്ടം, ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ആക്ടിവിസ്റ്റോ അല്ല ഹൈക്കോടതിയിൽ പോയിട്ട് അന്വേഷണ പുരോഗതി അറിയിക്കണം എന്ന് പറഞ്ഞാൽ പോലീസിന് അറിയിക്കാതിരിക്കാൻ പറ്റുമോ? അത് അറിയിച്ചല്ലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് പോലീസ് അത് വ്യക്തമാക്കേണ്ട കടമയുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ സംസാരിച്ചു. ആദ്യം ഈ കേസിലുണ്ടായിരുന്ന DSP ഇതിൽ നിന്ന് ഒഴിവാക്കി. അദ്ദേഹമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതിനുശേഷം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ മേൽനോട്ടത്തിലാണ് അന്വേഷണം പോകുന്നത്. ഒരുപാട് നാടകങ്ങൾ ഇതിൽ കഴിഞ്ഞു. കഴിഞ്ഞിട്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങി നിൽക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞില്ലേ, ഒരാളൂരെന്ന് പറഞ്ഞൊരു വക്കീൽ വന്നു. ആ വക്കീൽ എന്നാ പ്രതിയെ കണ്ടു, അന്ന് മുതൽ ആ കേസിന്റെ ഗതിയെ മാറി. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ചോദ്യം ചെയ്യുന്ന ആൾക്കാരിൽ, പത്രക്കാരുടെ കാര്യം ഉദ്ദേശിച്ചല്ല പറഞ്ഞത് കേട്ടോ, അല്ലാതെ തന്നെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് ഇവർക്കെല്ലാം ഇത്രയും സമയം ഇങ്ങനെ കൊടുത്താൽ, എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് കൊടുത്തിട്ട് ആരാണെങ്കിലും ഒരു ക്ലാസ് കൊടുത്തിട്ട് മറുപടി പറയുന്ന ലെവലിലേക്ക് ഈ കാര്യങ്ങൾ എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന്റെ പുറകിൽ ആരാണെങ്കിലും അവർ നിസ്സാരക്കാരല്ലല്ലോ. നിസ്സാരക്കാരാണെങ്കിൽ എന്നേ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് താങ്കൾക്ക് എന്തായാലും പ്രതീക്ഷയില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ കുറച്ച് സമയമേ ഉള്ളൂ ചർച്ചയിൽ. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾക്ക് എന്താണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്ന നിലയിൽ മനസ്സിലാക്കാനാകുന്നത്? താങ്കളുടെ തോന്നൽ എന്താ? ഇപ്പോഴത്തെ ഈ കേസിൻ്റെ അന്വേഷണം തുടക്കം മുതലേ ആലുവ DYSP ആണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അന്വേഷണം പൂർത്തിയാക്കി അദ്ദേഹം ചാർജ് കൊടുത്തു. അതിനുശേഷം അദ്ദേഹം
പുതിയ ചില വിവരങ്ങളുടെ വെളിച്ചത്തിൽ റീഓപ്പൺ ചെയ്ത് 173(8) അനുസരിച്ച് ആ അന്വേഷണം റീഓപ്പൺ ചെയ്ത ശേഷം അദ്ദേഹം അന്വേഷണം പൂർത്തിയാക്കാതെ അദ്ദേഹത്തിനെ അവിടുന്ന് മാറ്റി ട്രാൻസ്ഫർ ചെയ്യുകയോ എന്തോ ആയിക്കോട്ടെ. സർക്കാരിന് പറയായിരുന്നു ഈ അന്വേഷണം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹത്തിന് പോകാമായിരുന്നു. സമ്മർദ്ദം മൂലം സ്വയം മാറിയതാണെന്നും വാർത്തകളുണ്ട്. അല്ലല്ല, രണ്ട് വിധത്തിലായാലും അങ്ങ് എത്ര സമ്മർദ്ദം ഉണ്ടായാലും ശരി, അല്ലെങ്കിൽ പുള്ളി വില്ലിങ് അല്ലെങ്കിലും ശരി, അവിടെ ഇരുന്നേ പറ്റുള്ളൂ. ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയ മനുഷ്യനാണ്. അല്ലെങ്കിൽ സർക്കാർ ആ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടേണ്ടി വരും. കാരണം അന്വേഷണം പൂർത്തിയാക്കി പകുതി മുക്കാലും തീർന്ന് അതിന് ഗൂഢാലോചനയുടെ ഭാഗം മാത്രം റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അന്വേഷണം മാറാൻ പാടില്ല. ഉത്തരവാദിത്തമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്, ആ ഉദ്യോഗസ്ഥൻ പോകാൻ പാടില്ല, സർക്കാർ അയാളെ വിടാനും പാടില്ല. ഇപ്പോഴേ ആ റാങ്കിന് കീഴെയുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് അന്വേഷിക്കുന്നത്. എനിക്ക് ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസിൻ്റെ അന്വേഷണം DYSPന്ന് മാറ്റി ഇപ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടറോട് വന്നെന്ന് അറിഞ്ഞാൽ സീനിയർ ഉദ്യോഗസ്ഥന്മാർക്ക് സുഖമായിട്ട് അതിൻ്റെ പുറത്ത് ദിനേന്ദ്ര കശ്യപും ഒക്കെ വെറുതെ ഇരിക്കുകയാണോ? അത് എന്താണ് അവർക്ക് റോള്? ഞാൻ നേരത്തെ 2-3 ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഈ മേലുദ്യോഗസ്ഥന്മാർക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാനൊക്കെ ഉള്ളൂ. അവർക്ക് സ്വയമായിട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ സഹായത്തിന് വേണ്ടി മാത്രമേ അവർക്ക് നിൽക്കാനൊക്കെ ഉള്ളൂ. ഏത് IGO DGP ആയാലും ശരി, അവർക്ക് ഈ കേസിനകത്ത് ഒരു അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ റിക്വസ്റ്റ് വേണം. 13 മണിക്കൂർ ദിലീപിനെയും നാദൃശയെയും ചോദ്യം ചെയ്ത ആരാണ്? അത് ചോദ്യം ചെയ്തതിന് ഈ കേസ് ഡയറി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേസ് ഡയറിക്കകത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ ആ ചോദ്യം ചെയ്ത വിവരങ്ങൾ റിപ്പോർട്ടായിട്ട് ADGP ആ കേസ് ഡയറിക്ക് അല്ലെ കസ്റ്റോഡിയനായ അല്ലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കൊടുക്കണം. അത് നടന്നില്ല. അപ്പോൾ അതൊക്കെ സംശയം ഉളവാക്കുന്ന കാര്യമാണ്. അന്വേഷണം നല്ല കാര്യമായിട്ട് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പല കാര്യങ്ങളും, അഡ്വക്കേറ്റ് രാജഗോപാൽ ചർച്ച ചെയ്ത പല കാര്യങ്ങളിലും അവർ വരുന്നുണ്ട്. നല്ല കാര്യമായിട്ട് അത് അന്വേഷണത്തിന് നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത് പ്രോസിക്യൂഷന് ആവശ്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യൽ അതിനെ താങ്കൾ ശ്രദ്ധയോടെ വീക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പറഞ്ഞു മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയെന്ന്. അതുകൂടാതെ പല ബിസിനസ്സുകാരും വന്നു പോകുന്നുണ്ട്. നമ്മൾക്ക് മുഖം പരിചയമില്ലാത്ത നിരവധി പേരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു ബിസിനസ് പങ്കാളി അറിയാതെ പറഞ്ഞു പോയി ഞാൻ ദിലീപിന്റെ സുഹൃത്താണ് എന്ന്. കണ്ണൂരിൽ ഒരു തിയേറ്റർ ഉടമ അദ്ദേഹം അത് പറഞ്ഞു. ഈ തരത്തിൽ പലരും വന്നു പോകുന്നുണ്ട്. ഈ തരത്തിൽ അന്വേഷണം പോകുന്നത്, ചോദ്യങ്ങൾ വരുന്നത് ബിസിനസ് പങ്കാളികളിലേക്കും റിയൽ എസ്റ്റേറ്റ് പങ്കാളികളിലേക്കുമാണ്. അപ്പോൾ ആരുടെ പങ്കാളികൾ, ആരുടെ കൂട്ടാളികൾ എന്നുള്ള ചോദ്യം വരുന്നില്ലേ? അതെവിടേക്കാണ് ഊന്നുന്നത്? അത് നമ്മളൊരു കാര്യം മനസ്സിലായി. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകം, ജയിലിലേക്ക് കടത്തിയ ഒരു ഫോണ്, അതിന് വലിയ അന്വേഷണം നടക്കുകയാണ്. അങ്ങനെ കടത്തിയത് കൊണ്ടാണ് ഈ പുതിയൊരു വിവരം നമുക്ക് വന്നത്. അതുകൊണ്ടാണ് ഈ കേസിൻ്റെ അന്വേഷണം ഓപ്പൺ ചെയ്യാണ്ടി വന്നത്. അല്ലായിരുന്നു ആ ഫോൺ കടത്തുകൊണ്ടാണ്. അതൊരു നല്ല കാര്യമായിട്ടാണ് എന്നെപ്പോലെയുള്ള ആൾ ചിന്തിക്കുന്നത്. നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്തത്. അങ്ങനെയുള്ള അതിൽ ആ കൊട്ടേഷൻ കൊടുത്ത ആളെ കണ്ടുപിടിക്കാൻ ഈ രാജ്യത്തുള്ള മുഴുവനുള്ള തിയേറ്റർ ഉടമകളെ ഒന്നും വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. കൊട്ടേഷൻ കൊടുത്ത ആരാണെന്നുള്ള ഹിൻഡ് ചെയ്തുകൊണ്ടുള്ള ലെറ്റർ അങ്ങ് പോയി. സെക്ഷൻ അത് 8, 9, 10 കയറുന്ന കാര്യങ്ങളാണ് എവിഡൻസ് ആക്ട്. അപ്പോൾ അതിന് ഹിൻഡ് വന്നു കഴിഞ്ഞു. ഈ ആരോപണ വിധേയരുമായി റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങളിലേക്ക് ഈ ഗൂഢാലോചന പോയിട്ടുണ്ടാകാം എന്നുള്ള സംശയം വേണ്ട. അവിടെ നിർത്തണം. കാരണം വിക്ടിമായ അല്ലെങ്കിൽ നടിയുടെ അടുത്ത് പോലീസ് ചോദിച്ച് മനസ്സിലാക്കണം, സിനിമാ ഫീൽഡിൽ ആരാണ് തൻ്റെ ശത്രു. അവരിതുവരെ പറഞ്ഞില്ലല്ലോ ഇത് റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് അവരെ പീഡിപ്പിക്കാൻ ഉള്ള കാരണം ഈ ഒരു ഗുണ്ടകളും ഇവരും പീഡിപ്പിക്കാനുള്ള ഏകദേശം ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് ആരാണെന്ന് അറിയത്തില്ല ഈ കൊട്ടേഷൻ കൊടുത്തതെന്ന്. അതിലേക്കല്ലേ പോകേണ്ടത്. അല്ല തിയേറ്റർ ഉടമകളും മറ്റേതും അവർ റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് അവർ ചെയ്തെന്നുള്ള കഥ അവർ ഇതുവരെ പോലീസിൽ പറഞ്ഞു. രാജകുമാർ, ഈ ഗൂഢാലോചന അന്വേഷിക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ വേണമെന്നുള്ള കാര്യം നിർബന്ധമാണോ? കൃത്യമായ തെളിവുകൾ കിട്ടിയാൽ മാത്രമേ ഡയറക്റ്റ് എവിഡൻസ് ഗൂഢാലോചനയിൽ പലപ്പോഴും കിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ സംശയകരമായി ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്നവരെ ബന്ധിപ്പിക്കുന്ന സാഹചര്യ തെളിവുകൾ, മറ്റ് തെളിവുകൾ എന്നിവ ലിങ്ക് ചെയ്താൽ സെക്ഷൻ 10 ഓപ്പറേറ്റ് ചെയ്യുകയും അതനുസരിച്ച് അയാൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ 106 അനുസരിച്ച് പറയുവാൻ ബാധ്യസ്ഥനാവുകയും ചെയ്യും. ഇനി നമുക്ക് ഇവിടെ പോലീസിൻ്റെ